ഹലോ കൂട്ടുകാരെ, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഞാൻ കുറേ ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ മഴ പെയ്തതുകൊണ്ട് ഇപ്പം നമ്മുടെ വീടിൻ്റെ പരിസരത്തൊക്കെ നല്ലൊരു പച്ചപ്പ് തോന്നുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ വെറുതെ മുറ്റത്തൂടെ ഇങ്ങനെ നടന്നു നോക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ മുരിങ്ങയ്ക്കൊക്കെ വലുതായിട്ട് ഒരുവിധം ഇടത്തരം വലുതായിട്ട് നിൽക്കുന്നത് കണ്ടത്. അപ്പോൾ ഞാനോർത്ത് എൻ്റെ വീഡിയോ ഒന്ന് എടുത്തിട്ടാലോ എന്ന്. നമുക്ക് നല്ല നീളമുള്ള മുരിങ്ങയ്ക്ക് ഈ പ്രാവശ്യം ഉണ്ടായിരിക്കുന്നത് കേട്ടോ. പക്ഷെ കുറച്ചും കൂടിയൊക്കെ വലുതാവാനുണ്ടേ. കുറച്ച് വലുതായതൊക്കെ നമ്മൾ പറിച്ചു കേട്ടോ, കറിയൊക്കെ എടുത്തു. പിന്നെ ഒരു വലിയ കമ്പ് ചാഞ്ഞ് നിന്നൊരു കമ്പുണ്ടായിരുന്നു, അതിൽ നിറയെ മുരിങ്ങയ്ക്ക ഉണ്ടായിരുന്നേ. പക്ഷെ അത് ചെറുതിലേ തന്നെ അതിൻ്റെ ഭാരം കാരണം പൊട്ടിപ്പോയി, നിറച്ചുണ്ടായിരുന്നു. ഇത് പിന്നെ അതിൻ്റെ അടുത്തുണ്ടായിരുന്ന കമ്പ് ഇങ്ങനെ ചാഞ്ഞ് നിൽക്കുന്നുണ്ട്. ഇത് ശരിക്കും താന്നാണ് നിൽക്കുന്നത്, അതുകൊണ്ട് നമുക്ക് പറിക്കാൻ അതുകൊണ്ട് എളുപ്പമാണേ. നല്ല താന്ന് നിൽക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ നടക്കുമ്പോൾ നോക്കുമ്പോൾ ഒരു പ്രത്യേക തരത്തിലുള്ളൊരു ജീവി കേട്ടോ, ഒരു ഓന്താന്ന് തോന്നുന്നത്. പക്ഷെ എൻ്റെ ഒരു കളർ കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുക്കാൻ തോന്നി. എന്തോ ഒരു ബ്രൗൺ തലയൊക്കെയുള്ള ഒരു ജീവി കേട്ടോ. അങ്ങനെ അതിനെ കണ്ടിട്ട് ഇങ്ങനെ നടക്കുമ്പോഴാണ് ഞങ്ങളുടെ കുഞ്ഞൻ പ്ലാവിൽ പിന്നെ ഇപ്രാവശ്യം ഒരു ചക്ക ഉണ്ടായിട്ടുണ്ട് കേട്ടോ. വളരെ ചെറിയ പ്ലാവാണ് കേട്ടോ. ഇത് നട്ടിട്ട് അത്ര വർഷമായിട്ടുള്ളൂ. ഒരു വർഷം ഒരു 1.5 വർഷം കഴിഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ അകത്തുനിന്നൊരു ചക്ക കിട്ടി. ഒരു പ്രത്യേക തരത്തിലുള്ള ചക്കയാണ് കേട്ടോ, സാധാരണ ചക്ക പോലത്തെ അല്ല. അതിൻ്റെ പുറമൊക്കെ കാണുമ്പോൾ ഒരു അധികം മുള്ളോ അങ്ങനെ ഒന്നുമില്ല കേട്ടോ. നല്ല രസമുണ്ട് ഇത് കണ്ടപ്പോൾ. ഞാനപ്പോൾ എനിക്കൊന്ന് തൊട്ട് നോക്കാൻ ആഗ്രഹം തോന്നിയേ. അങ്ങനെ ഞാനത് തൊട്ട് നോക്കിനു. വളരെ നല്ല രസമുണ്ട്. പിന്നെ അവിടെ നിന്ന് നോക്കുമ്പോൾ ഞങ്ങളുടെ ഈ പ്രാവശ്യം പുളിനെല്ലിക്ക കാണാവേ. പുളിനെല്ലിക്ക ഈ പ്രാവശ്യം ഞങ്ങൾക്ക് ഒരുപാട് പുളിനെല്ലിക്ക നൽകി. ഈ പ്രാവശ്യമാണ് അത് ശരിക്കും കായ്ച്ചത് കേട്ടോ. നട്ടിട്ടിപ്പോൾ ഈ പറഞ്ഞ കണക്ക് 1 വർഷം ആവുന്നതേ ഉള്ളേ. പക്ഷെ നിറച്ചുണ്ടായി. പ്രാവശ്യം നമുക്ക് ഒരുപാട് കിട്ടി. പിന്നെ ഞാൻ നേരെ മേളിലേക്ക് വന്നു. അപ്പോൾ നോക്കുമ്പോൾ അമ്മയും ശിവവും കൂടി അവിടെ നിന്നിട്ട് കൊപ്ര ഇതാക്കുന്നു. അപ്പോൾ ഞാൻ കുറച്ച് സഹായിച്ചു കേട്ടോ. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പിന്നെ അത് എടുത്തില്ല. പിന്നെ അത് നോക്കുമ്പോൾ അവരെ വീഡിയോ ഞാൻ എടുത്തതാണ്. അപ്പോൾ അമ്മ ഇങ്ങനെ എല്ലാം അവൾക്ക് പറഞ്ഞു കൊടുക്കലാണ് കേട്ടോ, എങ്ങനെ അടുക്കി വെക്കണം. അമ്മ എല്ലാ കാര്യങ്ങളും സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യുള്ളൂ. അതുകൊണ്ടത് കൊപ്ര ഇങ്ങനെ നേരെ നിൽക്കണമെങ്കിൽ അടുപ്പിച്ച് വെക്കണം, അറ്റത്തോട് ചേർത്ത് വെക്കുക, അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കലാണ് കേട്ടോ. അപ്പോൾ അതുള്ളതെല്ലാം അതുപോലെ നോക്കിയും കണ്ടൊക്കെ ചെയ്യാൻ ശ്രമിക്കുകയാണ്. ശിവർക്ക് പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമുക്ക് ഈ പ്രാവശ്യം കുറച്ച് തേങ്ങ കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ ഓർത്ത കൊപ്രയാക്കാന്ന് എഴുതിയിട്ട് അങ്ങനെ ആക്കുന്നതാണ്. അതിങ്ങനെ അടുക്കി വെച്ചിരിക്കുന്ന കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. ഇന്ന് ഫസ്റ്റ് ഡേ ആണ് കേട്ടോ. ഇതൊരു 10 ദിവസം വരെയെങ്കിലും ശരിക്കും വെയിൽ കൊള്ളണം, എന്നാലേ ശരിക്കും നല്ലൊരു കൊപ്ര ആട്ടി നമുക്ക് വെളിച്ചെണ്ണ നല്ല രീതിയിൽ വെളിച്ചെണ്ണ കിട്ടുള്ളേ. അപ്പോൾ ഇനി എല്ലാ ദിവസവും മഴ തുടങ്ങി, അതുകൊണ്ട് ഇനി മാക്സിമം 10 ദിവസം അടുപ്പിച്ച് വെയിൽ കൊള്ളണം. ഇല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് പൂപ്പലൊക്കെ വന്നിട്ട് കേടായി പോകും. അതുകൊണ്ട് അമ്മ ഇന്ന് നല്ല ഒരുവിധം ചെറിയൊരു വെയിൽ കണ്ടപ്പോൾ അമ്മ എടുത്തിട്ടു. കാരണം ഇത് പൊട്ടിച്ച് വെച്ചാൽ പിന്നെ വെറുതെ വെക്കാനും പറ്റില്ല. അതുകൊണ്ട് അതെല്ലാം അടുക്കി പെറുക്കി വെച്ച് വന്നിട്ട് ഇപ്പോൾ അത് വലയിട്ട് മൂടുക. ഭയങ്കര കാക്കേൻ്റെ ശല്യമാണ്. കാക്കയും കിളികളെല്ലാം വരും. അതുകൊണ്ട് അത് നല്ലപോലെ വൃത്തിക്ക് മൂടിയിട്ടില്ലെങ്കിൽ ആ കൊപ്രയൊന്നും അവിടെ ഉണ്ടാവില്ല. പിന്നെ അതിൻ്റെ സൈഡിലൊക്കെ കൊണ്ടുപോയിട്ടൊരു വല പാറാണ്ടിരിക്കാനായിട്ട് ശിവത എന്തൊക്കെയോ കൊണ്ടുപോയി വെക്കലാണ് കേട്ടോ, കട്ടിയുള്ള വസ്തുക്കൾ. അങ്ങനെ അമ്മയും അവളും കൂടി ആ പണിയെല്ലാം നല്ല വൃത്തിക്ക് ചെയ്തു. അതിനെ അടുക്കി വെച്ച് അത് വെയിലത്തിരിക്കുന്ന കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക സന്തോഷമാണ് കേട്ടോ. അത് നല്ല ഭംഗിക്ക് അമ്മയും ശിവതയും കൂടി അത് അടുക്കിയൊക്കെ വെച്ച് അപ്പോൾ അവരുടെ പണിയൊക്കെ ഓൾമോസ്റ്റ് കഴിയാനായി കേട്ടോ. ഇത് നമ്മുടെ വീടിൻ്റെ ഒരു ബാക്ക് സൈഡാണ്. അതിൻ്റെ മേളിലൊരു കുന്നും പുറത്താണ്. നല്ല ഭംഗിയാണ് കേട്ടോ. നല്ല ബാക്കിലൊക്കെ നിറച്ച് ഇപ്പോൾ പച്ചപ്പുണ്ട്. അതുകൊണ്ട് മഴ പെയ്തതുകൊണ്ട് അവരങ്ങനെ അവരുടെ പണിയെല്ലാം കഴിച്ച് പോകാൻ നോക്കലാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കുട്ടി വ്ലോഗ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ.